പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിൽ റോ ബ്രാൻഡിൻ്റെ കമൻറ്റേറ്ററായ മുൻ നെക്സസ് ഫാക്ഷൻ്റെ ലീഡറായിരുന്ന ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനൊക്കെ ആയിരുന്ന വെയ്ഡ് ബാരറ്റിൻ്റെ റിങ്ങിലേക്കുള്ള തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിലവിൽ റസൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ലേറ്റസ്റ്റ് വാർത്ത അനുസരിച്ചാണെങ്കിൽ വെയ്ഡ് ബാരറ്റിൻ്റെ റിട്ടേണിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വെയ്ഡ് ബാരറ്റ് ഒരു ഫുൾ ടൈം കരിയറിലേക്ക് ഒരിക്കലും ഇനി തിരിച്ച് റിങ്ങിലേക്ക് കയറില്ല എന്നുള്ളതും റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെയ്ഡ് ബാരറ്റിന് റിങ്ങിലേക്ക് കയറാൻ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഡ്രൂ മാക്കൻഡയറിൻ്റെ എതിരെയോ അല്ലെങ്കിൽ ഡ്രൂ മാക്കൻഡയറിൻ്റെ ഒപ്പമോ ആയിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു സ്റ്റോറി ചെയ്യാനുള്ള ഒരു ഷോർട്ട് ടൈം ഡീലിലേക്ക് വേണ്ടി മാത്രമായിരിക്കും റിങ്ങിലേക്ക് വെയ്ഡ് ബാരറ്റ് ഒരിക്കൽ കൂടി കയറുക എന്നാണ് റസൽ വേർഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വെയ്ഡ് ബാരറ്റ് റിങ്ങിൽ കുഴപ്പമില്ലാത്ത നല്ല ടാലൻ്റുള്ള ഒരു റസ്ലറാണ്. ഒരു ഫാക്ഷൻ്റെ ലീഡറായി അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. വെയ്ഡ് ബാരറ്റിൻ്റെ തിരിച്ചുവരവിന് കുറച്ച് റസ്ലിംഗ് ആരാധകരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും. എന്തായാലും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് ഇപ്പോൾ കമൻ്ററി റോളിലാണ് വെയ്ഡ് ബാരറ്റ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഡ്രൂ മാക്കൻഡയറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രിയാണ് റിങ്ങിലേക്ക് തിരിച്ചു വരാൻ വെയ്ഡ് ബാരറ്റിന് കുറച്ചും കൂടി പ്രചോദനമാകുന്നത്. എന്താണ് ഭാവി പ്ലാൻസ് എന്നുള്ളത് നമുക്ക് റോ എപ്പിസോഡുകളിലൂടെ തന്നെ കണ്ടറിയാം. രണ്ടാമത്തെ അപ്ഡേറ്റ് മറ്റൊരു സൂപ്പർ താരമായ CM പങ്കിനെ സംബന്ധിച്ചാണ്. CM പങ്കിൻ്റെ റിട്ടേൺ നമുക്ക് എന്ന് കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നത് റസൽ വേർഡ്സിൻ്റെ തന്നെ മറ്റൊരു വാർത്തയാണ്. റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ സർവൈവർ സീരീസ് 2025 CM പങ്കിനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CM പങ്കിന് മത്സരം ഉണ്ടായിരിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. CM പങ്കിൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. റിങ്ങിലെ ഒരു അപ്പിയറൻസ് ആണോ അത് ബാക്ക് സ്റ്റേജിലെ അപ്പിയറൻസ് ആണോ എന്നുള്ളത് നമുക്ക് സർവൈവർ സീരീസ് കണ്ടാൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. CM പങ്കും സർവൈവർ സീരീസിൻ്റെ ഭാഗമായേക്കും. CM പങ്കിന് യഥാർത്ഥത്തിൽ ഗന്ധറിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്ന റൂമേഴ്സ്. എന്നാൽ CM പങ്കിന് അത്തരത്തിലുള്ള യാതൊരുവിധ സ്റ്റോറി ഡെവലപ്മെൻറ്റും നമുക്ക് കാണാൻ സാധിച്ചില്ല. CM പങ്ക് അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് ആവശ്യമായതുകൊണ്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. CM പങ്ക് എന്തായാലും റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് പഴയതുപോലെ ആക്റ്റീവ് ആകുമെന്നുള്ളത് 101% ഉറപ്പാണ്. സർവൈവർ സീരീസിൽ പങ്കിനെ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ലോഗൻ പോൾ ഇനി നാളെ നടക്കാൻ പോകുന്ന മൈക്ക് ടൈസൺ വേഴ്സസ് ജെയ്ക്ക് പോൾ തമ്മിലുള്ള മത്സരത്തിനെ സംബന്ധിച്ചുള്ള ആ മത്സരത്തിന് മുൻപുള്ള ഭാരം അളക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് നടന്ന ചില സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ വെയിറ്റ് ഒക്കെ അളന്നതിന് ശേഷം അവർ ഫേസ് ടു ഫേസ് വരുന്ന സമയത്ത് മൈക്ക് ടൈസൺ പെട്ടെന്ന് ജെയ്ക്ക് പോളിൻ്റെ കരണത്തടിക്കുന്നുണ്ട്. ആ ഒരു പിക്ചറും ആ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിലും ലോകത്തും വലിയ രീതിയിൽ വൈറലായി. മൈക്ക് ടൈസൺ വേഴ്സസ് ജെയ്ക്ക് പോൾ തമ്മിലുള്ള മത്സരത്തിന് അതുവരെ കിട്ടാത്തൊരു ഹൈപ്പ് ഇന്നത്തെ ഈ ഒരൊറ്റ വെയിറ്റ് നോക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രതികരണം ജെയ്ക്ക് പോളിൻ്റെ സഹോദരനായ മുൻ WWE യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നു. ആ ഒരു മൊമെൻറ്റ് ഐക്കോണിക് ആയിരുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ജെയ്ക്ക് പോൾ അത് വ്യക്തിപരമായി എടുത്തിരിക്കും. ഇനി ബോക്സിങ്ങിലെ ഒരു അൺഡിസ്പ്യൂട്ടഡ് കിങ് തൻ്റെ സഹോദരനായ ജെയ്ക്ക് പോൾ ആയിരിക്കും എന്നുള്ളതും ലോഗൻ പോൾ പറയുന്നുണ്ട്. അപ്പോൾ മൈക്ക് ടൈസനെ ജെയ്ക്ക് പോൾ പരാജയപ്പെടുത്തിക്കൊണ്ട് കിങ് ആകാൻ പോകുകയാണെന്നാണ് ലോഗൻ പോൾ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നാളെ നടക്കാൻ പോകുന്ന ബോക്സിംഗ് മത്സരത്തിൽ മെയിൻ ഇവൻറ്റിൽ മൈക്ക് ടൈസൺ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച ബോക്സറാണോ അതോ ജെയ്ക്ക് പോൾ എന്ന് പറയുന്ന സെലിബ്രിറ്റിയാണോ വിജയിക്കാൻ പോകുന്നത്? ജെയ്ക്ക് പോൾ ഒരു സെലിബ്രിറ്റി മാത്രമല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ബോക്സറായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ സൂപ്പർ ആക്ടറായ ദ റോക്കിനെ സംബന്ധിച്ചാണ്. ഡ്വെയ്ൻ ജോൺസൺ WWE എന്ന് തിരികെ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി ലഭിക്കുന്ന ഒരു റൂമർ റോക്കിൻ്റെ റിട്ടേൺ ഉടനെ കാണാൻ സാധിക്കുമെന്നാണ്. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റോ ഇവൻറ്റോ പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും സർവൈവർ സീരീസിലും റോക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാം. റോക്ക് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ സൂചനകൾ വർദ്ധിപ്പിക്കുന്നത് റോക്കിൻ്റെ ലേറ്റസ്റ്റായി ക്രിസ്മസിനോട് അനുബന്ധിച്ച് പുറത്തേക്കിറങ്ങിയ പുതിയ സിനിമ അത് ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയത്തിലേക്കാണ് പോകുന്നത് എന്നും ഇനി ഇങ്ങനെ തുടർച്ചയായി സിനിമകൾ ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ ഹോളിവുഡ് ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഹോളിവുഡ് കരിയറിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇനി റെസ്ലിങ്ങിലേക്ക് കുറച്ചു കാലം വന്നിട്ട് പിന്നീട് തിരികെ ഹോളിവുഡ് സിനിമയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു ഹൈപ്പ് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ WWE സ്റ്റോറി ലൈനുകളുടെ ഭാഗമായിട്ട് റോക്ക് WWEൻ്റെ ഭാഗമാകാൻ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായി അറിയാൻ സാധിക്കുന്ന റൂമർ. നിലവിൽ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി പോകുന്നത് അനുസരിച്ചാണെങ്കിലും റോക്കിൻ്റെ ഒരു വരവ് അത്യാവശ്യമായി മാറിയിട്ടുണ്ട്. റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് വൈകാതെ കാണാൻ സാധിക്കുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ് നിലവിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.